നമ്മളോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇത് എടുത്തിരിക്കുന്നത് ഇരട്ടി മധുരമാണ് കേട്ടോ. ഇത് നമ്മൾക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ പൊടിയാണ് നിങ്ങൾ ചിലരെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഇതൊരു പിടിക്കണക്കാണ് കേട്ടോ, കൈപ്പിടിയിലേ. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല നാടൻ ഇരട്ടി മധുരത്തിൻ്റെ കമ്പുകളാണ് കേട്ടോ. ഇത് പൊടിച്ചെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ പണിയാണ്. അപ്പോൾ ഇത് നല്ലത് നോക്കി തന്നെ വാങ്ങിക്കണം കേട്ടോ, ഉണക്കാനും പൊടിക്കാനൊക്കെ. ഇതിൻ്റെ ഇടയിൽ മാത്രമാണ് കുറച്ച് വലുതുണ്ടാവുള്ളൂ. പക്ഷേ ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ. ആയുർവേദ ഔഷധങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ച് കരിമംഗല്യത്തിനും മലാസ്മയ്ക്കും എല്ലാം കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് പതിമുഖമാണ് കേട്ടോ. പതിമുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലത്. നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് കുടിക്കില്ലേ, അപ്പോൾ ഇതിൻ്റെ കറയും നല്ലതാണെന്നൊക്കെ പറയാറുണ്ട്. ആയുർവേദത്തിലെല്ലാം ആയുർവേദത്തിൻ്റെ ആ ഒരു ബേസിൽ തന്നെയാണ് കേട്ടോ. ഇത് നമ്മളുടെ മഞ്ചിഷ്ട നമ്മൾ ലിപ് ബാം ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പൗഡർ, ഫേസ് പാക്ക് പൗഡറിൽ ഉപയോഗിക്കാറുണ്ട്. മഞ്ചിഷ്ട പൗഡർ മാത്രം വെച്ച് നമ്മൾക്ക് ഫേസ് പാക്ക് പൗഡർ ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം പൊടികൾ, പതിമുഖം ഒഴികെയുള്ള പൊടികളൊക്കെ നമുക്കിവിടെ കിട്ടും. ഇതെന്താണെന്നറിയോ? ഇത് കോലരക്കാണ് കേട്ടോ. കോലരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ വളരെ നല്ലതാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവാണ് കേട്ടോ. അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണ്. ഗ്രാമിനാണ് കേട്ടോ ഇത് കിട്ടുക. ഇത് നമ്മൾ തേങ്ങയുടെ മേലൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ കാക്കപ്പൊന്ന് എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെ ഒരു കറ പോലെയാണ് ഇരിക്കുക കേട്ടോ. അപ്പം ഞാൻ മഞ്ചിഷ്ട കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട്. മഞ്ചിഷ്ട ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി കളറും കൂടിയാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നമ്മൾ ഇത് കഴുകിയെടുക്കണം. പിന്നെ ഞാനിവിടെ ഇതുണ്ടല്ലോ, ഇത് ചന്ദനത്തിൻ്റെ തടിയാണ്. ഇതിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നല്ല ഒറിജിനൽ ചന്ദനമാണ്. ഇതെല്ലാം കൂടി കഴുകി വെള്ളത്തിലിട്ടിട്ട് 2 ദിവസം ഞാൻ ഇതുപോലെ വെക്കാറാണ് കേട്ടോ. നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ചതച്ചും കൂടെ എടുക്കണം. നമ്മൾ ഓരലിലിട്ടിട്ട് ഒലക്ക കൊണ്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ നന്നായിട്ട് ഇതിൻ്റെ ആ സത്തൊക്കെ ഈ വെള്ളത്തിൽ ഇറങ്ങി വരണം കേട്ടോ. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളിത് ഉണ്ടാക്കിയെടുക്കാറ് നല്ല വലിയ പാത്രത്തിലാണ് കേട്ടോ. ഉരുളിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ അലോവേര ജെല്ലൊക്കെ പോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനും അവരുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ബാക്കി ഡീറ്റെയിൽസ് പറയാം. പിന്നെ നമുക്ക് വേണ്ടത് ഇത് നമ്മുടെ ആര്യവേപ്പാണ് കേട്ടോ. കഴിക്കുന്ന വേപ്പില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ തുളസിയുടെ ഇലയും കൂടെ എടുക്കുന്നുണ്ട്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ, കൊതുക് കടിച്ച ആ ഒരു തരം പാടൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ മാറാൻ വളരെ നല്ലതാണ്. നമുക്കും വളരെ നല്ലതാണ്. പിന്നെ കറ്റാർവാഴ. പിന്നെ ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഇത് ക്യാരറ്റ്, 2 ക്യാരറ്റ്, പിന്നെ പപ്പായ. ഒരു പപ്പായയുടെ പകുതിയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഴുത്ത പപ്പായ എടുക്കണേ. നല്ല കളറുള്ള പപ്പായൊക്കെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ എണ്ണ ആവശ്യമുള്ളവർ നമുക്ക് ഓർഡർ ചെയ്താൽ മതി, നമ്മൾ തരുന്നതാണ് കേട്ടോ. അപ്പോൾ 100 ഗ്രാമിൻ്റെ ബോട്ടിലാണ് ഇപ്പോൾ നമ്മളിത് സാധാരണ അയക്കുന്നത്. അങ്ങനെയാണ് ഞാനിപ്പോൾ അടുത്തൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടെ നമ്മളുടെ ക്യാരറ്റും പപ്പായയും കൂടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നല്ല എക്സ്പെൻസീവാണ്. നമ്മളൊരു 100 ഗ്രാം വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഇരട്ടി ചിലവും നമ്മളുടെ തടി അധ്വാനമൊക്കെയാണ് കേട്ടോ ഇതിൽ ഉണ്ടാവുക. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 ഗ്രാമിനൊക്കെ വേണ്ടി നമ്മൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുമ്പോൾ നമുക്ക് ഒരുപാട് എഫേർട്ട് ഇതിലിടേണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒരു ചൂടുകട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിനെ നമ്മൾ തിളയ്ക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യാൻ, അതുപോലെ ക്രീമുകൾ ഉണ്ടാക്കാൻ. നോർമൽ ക്രീമല്ല നമ്മൾ ഉപയോഗിക്കുന്ന, സ്കിൻ വൈറ്റനിങ് ക്രീമല്ല കേട്ടോ. അതിന് ഒരുപാട് ബേസ് ആവശ്യമാണ്. അതല്ലാതെ തന്നെ പിന്നെ നമ്മൾ ഡെയിലി നമ്മൾക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ബോഡി മസാജ് ഓയിലില്ലേ, സ്കിൻ വൈറ്റനിങ് ബോഡി മസാജ് ഓയിലായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് ഉപയോഗമാണ്. അതുകൊണ്ട് ഇത് ഞാൻ പക്ഷേ ഡെയിലി മുഖത്ത് തേക്കും. ആഴ്ചയിൽ 3 ദിവസം ശരീരത്തിൽ തേക്കും. വളരെ നല്ലതാണ്. ഒരുപാട് അസുഖങ്ങൾക്കും കൂടെ നല്ലതാണ് കേട്ടോ. സ്കിന്നൊന്നും ഇങ്ങനെ ഡള്ളായിട്ടിരിക്കില്ല നമ്മുടെ ശരീരത്തിൽ. അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഇതാ ഈ ഒരു പരുവത്തിലേക്ക് മാറും കണ്ടോ. ഇതിങ്ങനെ തിളച്ച് വെള്ളം വറ്റി എടുക്കണം. ഇതിൻ്റെ ആ ഒരു കളർ. ഇനി ഇതിൽ ഒരുപാട് സാധനങ്ങൾ ഇടാനുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇതിൻ്റെ ആ സത്ത് മുഴുവനും ഇതിൽ നിന്ന് കിട്ടണം. അതിങ്ങനെ തിളച്ച് വരുമ്പോഴാണ് കേട്ടോ ആ ഒരു കളറ് നമുക്കറിയാൻ പറ്റുള്ളൂ.
പിന്നെ ക്യാരറ്റ് അതുപോലെ പപ്പായ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാനും ഉള്ളിൽ കഴിക്കാനും പുറമെ ഉപയോഗിക്കാനൊക്കെ വളരെ നല്ലതാണ്. ഇതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ, ഞാൻ ആട്ടി കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള തേങ്ങ ഉണക്കി ഞാൻ നാട്ടിൽ പോകുമ്പോഴേക്കും ഇതൊക്കെ റെഡിയാക്കി വെക്കാറാണ് അമ്മ കേട്ടോ. നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സാധനമല്ല, ഇത് വർഷങ്ങളായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സാധനമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കരപ്പനൊക്കെ ഉണ്ടായിരുന്നു അത്ര. ഒരു സമയം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറൊന്നും പോവാതെ ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ അങ്ങാടിക്കടയിൽ പോയിട്ട് അവിടെ വൈദ്യരൊക്കെ ഉള്ളതാണ് കേട്ടോ, പണ്ട് കാലം മുതലേ ഉള്ളതാണ് ആ അങ്ങാടിക്കട. അവിടെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഏറ്റവും നല്ലൊരു ഒരു കോമ്പിനേഷനായിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അത് കുറേ ഔഷധങ്ങളുടെ ഇതാണ്. പിന്നെ അതിലൂടെ പിന്നെ ഞാൻ കുറേ മുന്നേ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ക്യാരറ്റും പപ്പായയും കൂടിയുള്ള ഓയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നൊക്കെ കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാനിതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നതോറും നമ്മുടെ എണ്ണയുടെ കളറൊക്കെ മാറി വരും കേട്ടോ. ഇത് കയ്യിലൊന്നും പൊട്ടിത്തെറിക്കരുത്, നമ്മൾ സൂക്ഷിച്ച് വേണം. ഒത്തിരി തീ കൂട്ടി വയ്ക്കരുത്, ഇതിൻ്റെ പാകത്തിന് കിടന്ന് വേവണം കേട്ടോ. ഒരുപാട് ചെറിയ തീയിലും അല്ല, ഒരുപാട് ഹൈ ഫ്ലെയിമിലും അല്ലാതെ ഒരു നോർമൽ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇത് വെന്ത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി ഇതിന് നല്ലൊരു മണം വരും. അതുവരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ ഏതാണ്ട് ഒരു 5 മണിക്കൂറൊക്കെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണിച്ചു തരുമ്പോൾ ഒരുപാട് സമയം നമുക്ക് വരുന്നുണ്ട്. എന്നാലും ഏറെക്കുറെയൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ഇപ്പം തന്നെ ഓർഡർ ചെയ്യണം. പിന്നെ നമ്മൾക്ക് ഇതിൽ ആവശ്യമുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമച്ചാണ് കേട്ടോ. രാമച്ചത്തിൻ്റെ കുളിരും അതുപോലെ പറഞ്ഞ പോലെ ഇത് നമ്മളുടെ വിയർപ്പ് മണമൊക്കെ പോവാനും സ്കിന്നിന് നമ്മുടെ ശരീരത്തിന് നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ ഈ രാമച്ചം വളരെ നല്ലതാണ് കേട്ടോ. നമ്മളുടെ നാട്ടിൽ ഇവിടെ അടുത്ത് രാമച്ച കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കൊടുന്നതാണ് കേട്ടോ. കടലിൻ്റെ അവിടെ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടത്തോട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെ കൂടുതൽ രാമച്ച കൃഷിയാണ് കേട്ടോ. കടലിനോട് കുറച്ച് അധികം ദൂരമില്ലാതെ. അപ്പോൾ അവർ ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ നമ്മൾ പാട്ടത്തിനടുത്ത് ചെയ്യുന്ന പോലെ ചെയ്യുന്നവരുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ അത്രയും ബൾക്കായിട്ട് എടുക്കുകയാണ് ചെയ്യുക. അത് ഒരുപാടൊന്നും നമ്മൾ ചേർക്കണ്ട കേട്ടോ. പിന്നെ ഇത് സാൻഡൽ പൗഡറാണ്. നമ്മൾ സാധാരണ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ, സാൻഡൽ പൗഡറും അതുപോലെ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡറും കൂടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല മണമാണ് ഈ 2 സംഭവങ്ങൾക്കും. കസ്തൂരി മഞ്ഞളെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ അത് പൊടിക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ റെഡ് സാൻഡൽ പൗഡർ, ഇതിൻ്റെ പൗഡറും ഈ പൗഡറും നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാർ വാങ്ങിച്ചിട്ട് നല്ല റിവ്യൂ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള നമ്മുടെ കറ്റാർവാഴയും തുളസിയുടെ ഇലയും ആര്യവേപ്പിൻ്റെ ഇലയും കൂടെ അരിഞ്ഞാണ് കേട്ടോ. അത് ഞാൻ അരച്ചിട്ടില്ല, അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. നമ്മൾ ഒരു പിടി 2 പിടി ആ ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് കാണിച്ചു തരുന്നത്. സാധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഉരുളിയിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ എണ്ണ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കണതാണ് കേട്ടോ. അതായത് യൂട്യൂബിലൂടെ അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമർ ഉള്ളതാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ അറിയുന്നവരൊക്കെ. ഇതൊക്കെ നമ്മൾ ആദ്യം മുതലേ ഉണ്ടാക്കുന്ന സാധനങ്ങളായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു സീക്രട്ട് പോലെ കൊണ്ടു നടക്കുന്ന സാധനങ്ങളാണ്. ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളിതിൽ പറയാതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീഡിയോ കിട്ടിയില്ലായിരുന്നു കേട്ടോ. ജാതിക്കാക്കുരുവൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലാക്സ് സീഡ് ജെല്ല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം സാധനങ്ങൾ ഇതിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് റോസ് പെറ്റൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം കൂടെ നമ്മൾ ഈ മലാസ്മയൊക്കെ ഉള്ളവർക്ക് എന്നും മുഖത്ത് ഫേസ് പാക്കൊക്കെ തേക്കുന്നതിന് മുന്നേ തന്നെ മസാജ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് മസാജ് ചെയ്യില്ലേ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ കരിനച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു തെച്ചിപ്പൂ കിട്ടും. അത് ഞാൻ കുറേ അന്വേഷിച്ച് എനിക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഡ്രൈ ഇടാൻ വേണ്ടിയിട്ട് ധൈര്യമില്ല, അത് ഒറിജിനലാണോ എന്ന് അറിയാത്തതുകൊണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ട് നല്ല മണം വന്നിട്ടുണ്ട്. ഇനി ഞാനിത് തിളച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഓർഡർ ചെയ്യണേ. എല്ലാ തരം പൗഡറും ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഞാനിത് ബോട്ടിലാക്കുന്നതൊക്കെ പിന്നെ അടുത്ത വീഡിയോയിലിടാം. ഒരുപാട് ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ് കേട്ടോ. ആവശ്യമുള്ളവരൊക്കെ ഓർഡർ ചെയ്യുക. റെഡ് സാൻഡൽ പൗഡർ, റോസ് പെറ്റൽസ് പൗഡർ, ബീട്രൂട്ട് പൗഡറൊക്കെ ഒത്തിരി ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്.
നമ്മളിടുന്ന എഫേർട്ടാണ് അത്രയും ആ ഒരു ഇതിൽ വാങ്ങിച്ചവർ തന്നെ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആ ഓയിലിൻ്റെ കളർ ഇങ്ങനെയാണ് ഇരിക്കുക. ഇത് ഇനി ഇട്ട് വെക്കുന്നത് വെമ്പാടം ഇട്ട് വെച്ചിട്ടുള്ള ബോട്ടിലിൽ, അതായത് ഗ്ലാസ് ബോട്ടിലിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുക കേട്ടോ. എന്നിട്ട് 2 ദിവസം വെയിലത്ത് വെച്ചതിന് ശേഷമാണ് ഇത് ബോട്ടിലാക്കുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടാവേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആവശ്യക്കാരൊക്കെ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്തേക്കണേ. വളരെ നല്ലൊരു ഓയിലാണ്.